ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ബൃഹദാരണ്യക ഉപനിഷത്ത് പഠനം തുടരാം. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയ കാണ്ഡം മുനികാണ്ഡം തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം. ജൽപരൂപ ഉപപത്തി പ്രകരണം മൂന്നാമത്തെ അധ്യായം ആയിട്ട് യാജ്ഞവൽക്യ മഹർഷി ബൃഹദാരണ്യക ഉപനിഷത്തിൽ ചേർത്തിരിക്കുന്ന ഭാഗമാണ്. അതിൽ 3ഉം 4ഉം അധ്യായങ്ങൾ അല്ലെങ്കിൽ 2 അധ്യായങ്ങളോട് കൂടി ഒരു കാണ്ഡം എന്ന് അതിനെ വിളിക്കും. ഇത് മുനികാണ്ഡം അല്ലെങ്കിൽ മുനികാണ്ഡം എന്നാണ് യാജ്ഞവൽക്യ മഹർഷി ഇട്ടിരിക്കുന്ന പേര്. എല്ലാ മുനികൾക്കുമുള്ള ആദരണാർത്ഥം. പിന്നീട് വന്ന ശിഷ്യ പരമ്പരകൾ നമ്മളെ സംബന്ധിച്ച് മുനി എന്നത് സാക്ഷാൽ യാജ്ഞവൽക്യ മഹർഷിയാണ്. അതുകൊണ്ട് അതിന് മറ്റൊരു പേരും കൂടെ പിന്നീടുള്ള ആചാര്യന്മാർ കൂട്ടിച്ചേർത്തു, യാജ്ഞവൽക്യ കാണ്ഡം എന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളാണ് ഈ കാണ്ഡത്തിൽ അല്ലെങ്കിൽ 3ഉം 4ഉം അധ്യായങ്ങളിലായിട്ട് അദ്ദേഹം വിസ്തരിച്ച് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ആദരണാർത്ഥം യാജ്ഞവൽക്യ കാണ്ഡ, യാജ്ഞവൽക്യ കാണ്ഡം എന്ന പേര് അദ്ദേഹത്തിനോടുള്ള ആദരണം ദക്ഷിണയായി സമർപ്പിക്കുകയാണ് യാജ്ഞവൽക്യ കാണ്ഡം എന്ന പേര്. 3ഉം 4ഉം അധ്യായങ്ങൾ. മൂന്നാമത്തെ അധ്യായം 9 ബ്രാഹ്മണങ്ങൾ ആഖ്യായിക രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സംഭവം നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ബ്രാഹ്മണം നമ്മൾ കണ്ടു, അശ്വല ബ്രാഹ്മണം. ജനക മഹാരാജാവിൻ്റെ ആ ജനകസഭ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകണം. അതോടൊപ്പം ഇനിയും പഠിക്കാൻ പോകുന്ന ഭാഗങ്ങളും നമ്മൾക്ക് ഒരാവർത്തിയെങ്കിലും യാജ്ഞവൽക്യ മഹർഷിയോട് പ്രാർത്ഥിക്കുക, ശ്രദ്ധയോടുകൂടി ശ്രവിക്കാൻ സാധിക്കണേ. അതിനുള്ള ശരീരത്തിന് ആരോഗ്യം നൽകണേ, മനസ്സിന് അതിനുള്ള ആരോഗ്യം നൽകണേ, താപത്രയങ്ങളിൽ നിന്നും വിടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടരാം. പ്രഥമ ബ്രാഹ്മണം അശ്വല ബ്രാഹ്മണം 10 മന്ത്രങ്ങളോടുകൂടി യാജ്ഞവൽക്യ മഹർഷി അശ്വല ബ്രാഹ്മണം നമുക്ക് പറഞ്ഞു തന്നു. അതിൽ പ്രധാനമായും നമ്മൾ പഠിച്ചത് അശ്വലൻ എന്ന ഹോതാവ് യാജ്ഞവൽക്യ മഹർഷിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത് ചോദിക്കാനുള്ള കാരണം ആ വിദ്വത്സഭയിൽ ജനക മഹാരാജാവിൻ്റെ വിളംബരം കേട്ടിട്ട് ഉത്തരം പോലും പറയാതെ യാജ്ഞവൽക്യ മഹർഷി അവിടെ നിന്നുള്ള ദക്ഷിണകളൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളെ വിളിച്ചുകൊണ്ട്, സാമസ്രവസിനെ വിളിച്ചുകൊണ്ട് ഇതെല്ലാം ഗുരുകുലത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. അത് സാമസ്രവസ് യഥാവിധം ചെയ്യുകയും ചെയ്തു. ഇത് കണ്ടിട്ട് ദേഷ്യത്തോടുകൂടി അശ്വലൻ മുന്നിട്ട് വന്ന് യാജ്ഞവൽക്യ മഹർഷിയെ പരീക്ഷിക്കാനായിട്ട് വിവിധങ്ങളായ ചോദ്യങ്ങൾ ഇൻഡയറക്റ്റ്ലി ചോദിക്കുകയാണ് ചെയ്തത്. നേരിട്ട് ചോദ്യങ്ങൾ വളരെ വിരളമായിരുന്നു. 1-2 വാക്കുകൾ മാത്രമാണ് അശ്വലൻ പറഞ്ഞത്. അതിൽ നിന്നും ഏതു വേദമാണ്, ഏത് വേദത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇത്യാദികളൊക്കെ വിസ്തരിച്ച് യാജ്ഞവൽക്യ മഹർഷി മറുപടി പറഞ്ഞു. അവിടെ നമ്മൾ പ്രധാനമായും ഈ ബ്രാഹ്മണത്തിൽ അല്ലെങ്കിൽ പ്രഥമ ബ്രാഹ്മണ ആഖ്യായികയിൽ, അശ്വലൻ്റെ ആഖ്യായികയിൽ യാജ്ഞവൽക്യ മഹർഷിക്ക് നമ്മളോട് പറയാനുള്ളത്, ഏത് കർമ്മയാഗാദികൾ ചെയ്താലും ഏത് വേദത്തെ അടിസ്ഥാനമാക്കി ചെയ്താലും പുനരാവൃത്തി ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഈ സകാമമായുള്ള
ഈ അലച്ചിൽ അവസാനിപ്പിക്കൂ. മാമുപേത്യ, അല്ലേ, പരമാത്മാവിനെ ആശ്രയിക്കൂ. അങ്ങനെയുള്ളവർക്ക് പുനർജന്മം ന വിദ്യതി, അവർക്കൊരു പുനർജന്മമില്ലാത്ത ജീവൻ മുക്ത അവസ്ഥയെ അവർ പ്രാപിക്കും എന്ന് യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറഞ്ഞു. അതിനെന്തൊക്കെ വേണം? വിവേക വൈരാഗ്യങ്ങൾ ആർജിക്കാനായിട്ട് 3 മുതൽ 6 വരെയുള്ള മന്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം ഹോതാവായ അശ്വലൻ വീണ്ടും കർമ്മകാണ്ഡത്തെ അടിസ്ഥാനമാക്കി ചോദ്യം ചോദിച്ചു. 4 വേദത്തിൽ യാഗങ്ങളെ, അതിലെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണ്? യാഗത്തിൽ പ്രധാന, അല്ലെങ്കിൽ യജ്ഞത്തിൽ പ്രധാന ഭാഗം ദേവതകളെ പ്രീതിപ്പെടുത്തുകയാണ്. അത് സ്തുതികളിലൂടെ അവരെ സംപ്രീതരാക്കിയാലേ ദേവതകളുടെ അനുഗ്രഹമായ പുണ്യം ലഭിക്കൂ. ആ പുണ്യം നേടിയ ജീവൻ ഇനിയൊരു ജന്മം ഉയർന്ന ലോകത്തേക്ക് പോകാനുള്ള ഫലം അവർക്ക് ലഭ്യമാകും എന്ന് യാജ്ഞവൽക്യ മഹർഷി അതും നമ്മൾക്ക് പറഞ്ഞു തന്നു. ഇത് ചെയ്യാൻ സാധിക്കാത്തവർക്ക്, വളരെ വിസ്തരിച്ച് യജ്ഞയാഗാദികൾ അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല, പക്ഷെ അവർക്ക് സ്വർഗകാമമുണ്ട് എങ്കിൽ അവർക്ക് എന്താണ്, ആ വേദത്തിൽ യജ്ഞഭാഗങ്ങൾ പരാമർശിക്കുന്ന മന്ത്രങ്ങൾ നിത്യേന അനുഷ്ഠാനം ചെയ്താൽ അവർക്ക് ക്രമേണ സ്വർഗപ്രാപ്തി ഉണ്ടാകും. അതിനെ സമ്പത്ത് ഉപാസന എന്ന് വിളിക്കുന്നു എന്നും നമ്മൾ കണ്ടു. നമ്മളെ സംബന്ധിച്ച്, സാധകരെ സംബന്ധിച്ചും സമ്പത്ത് ഉപാസന നിത്യം അനുഷ്ഠിക്കാവുന്നതാണ്. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന നിത്യമായ ചെറിയ അനുഷ്ഠാനങ്ങളിൽ പോലും വളരെ വിപുലമായ മനസ്സോടുകൂടി, ഭാവനയോടുകൂടി, സങ്കല്പത്തോടുകൂടി ചെയ്താൽ അവയെല്ലാം സമ്പത്ത് ഉപാസനയാണ്. നമ്മളെ സംബന്ധിച്ച് സമ്പത്ത് ഉപാസന ചെയ്താൽ എന്താണ് ഫലം? ബ്രഹ്മവിദ്യാ അധികാരം, അല്ലേ? ആ അധികാരം ചിത്തശുദ്ധി രൂപത്തിലും താപത്രയ വിഘ്നങ്ങളൊക്കെ ഒഴിഞ്ഞുള്ള രൂപത്തിലും, ശരീരത്തിൻ്റെ ആരോഗ്യ രൂപത്തിലും, മനസ്സിൻ്റെ ആരോഗ്യം, ശ്രദ്ധ, വിശ്വാസം ഇത്യാദി അധികാര രൂപത്തിൽ നമ്മളെ തേടി വരും എന്ന് നമ്മൾ കണ്ടു. അങ്ങനെ ഇതിനു വേണ്ടിയാണ് ഒന്ന് വിവേക വൈരാഗ്യം, അതിനു വേണ്ടിയും 6 വരെയുള്ള മന്ത്രങ്ങൾ, പിന്നെ അടുത്ത മന്ത്രങ്ങൾ 7 മുതൽ 10 വരെയുള്ള മന്ത്രങ്ങൾ യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് ഈ കഥാസന്ദർഭം പറയുന്നത് നമ്മൾ സമ്പത്ത് ഉപാസന അനുഷ്ഠിക്കണം ബ്രഹ്മവിദ്യാ അധികാരത്തിന് വേണ്ടി. ഇത് രണ്ടുമാണ് 10 വരെയുള്ള മന്ത്രങ്ങളിലെ നക്ഷല്ലെന്ന് വേണേൽ നമുക്ക് പറയാം. അതിൻ്റെ വളരെ സംഗ്രഹം നമുക്ക് അതാണ് എടുക്കേണ്ടത്. അങ്ങനെ 10 വരെയുള്ള മന്ത്രങ്ങളിലൂടെ അശ്വല ബ്രാഹ്മണം അവസാനിച്ചു. അശ്വലൻ്റെ ഇനിയും ചോദിക്കാനുള്ള ആ മനസ്ഥിതി അശ്വലനില്ല. കാരണം ആ സഭാമണ്ഡപം മുഴുവൻ ജനക മഹാരാജാവും മറ്റു വിദ്വാൻമാരും യാജ്ഞവൽക്യ മഹർഷിയുടെ ഉത്തരത്തെ മൗനമായി അംഗീകരിച്ചു. അപ്പോൾ അശ്വലന് മനസ്സിലായി, ഇനി ഞാൻ ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല, വീണ്ടും മൂർഖത എന്തിനാണ് എല്ലാവരെയും അറിയിക്കുന്നത്, അതുകൊണ്ട് വിജയിക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ അശ്വലൻ ഉപരമിച്ചു. അങ്ങനെ പ്രഥമ ബ്രാഹ്മണം അവസാനിച്ചു. നമുക്ക് അടുത്ത ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിക്കാം. ഓം നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യഃ. അത് തൃതീയോധ്യായഃ ജൽപരൂപ ഉപപത്തി പ്രകരണം ദ്വിതീയ ബ്രാഹ്മണം ആർത്തഭാഗ ബ്രാഹ്മണം. ആർത്തഭാഗ നമ്മുടെ പുസ്തകത്തിലുണ്ട്, ആ പേര് വരുന്നുണ്ട്, ആർത്തഭാഗൻ എന്നുള്ള പേര്. മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകം പുതിയതുള്ള ഒരു പേജ് 216. ഇവിടെ ബ്രാഹ്മണം 2, നമ്മൾ ദ്വിതീയ ബ്രാഹ്മണം 2 എന്ന് വെച്ചാൽ അതിൻ്റെ മലയാളമാണ്. നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ദ്വിതീയ ബ്രാഹ്മണം എന്ന് പാരായണം ചെയ്യണം. ആർത്തഭാഗ ബ്രാഹ്മണം എന്ന് താഴെ എഴുതുക. ദ്വിതീയ ബ്രാഹ്മണം എന്ന് എഴുതുക. ആർത്തഭാഗ ബ്രാഹ്മണം, ആർത്തഭാഗ ബ്രാഹ്മണം. ആർത്തഭാഗൻ എന്തെന്ന് നമ്മൾ മന്ത്രത്തിലേക്ക് പ്രവേശിക്കുമ്പം പഠിക്കാം. ഇവിടുത്തെ അശ്വലനെ പോലെ തന്നെ അടുത്ത ചോദ്യകർത്താവ്. ഇതിൽ 13 മന്ത്രങ്ങളാണ് ഉള്ളത്. ടോട്ടല് 13 മന്ത്രങ്ങൾ.
ടോട്ടല് 13 മന്ത്രങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ മന്ത്രം ആർത്തഭാഗന്റെ ചോദ്യമാണ്. ആർത്തഭാഗന്റെ ചോദ്യം. രണ്ട് മുതൽ 9 വരെയുള്ള മന്ത്രങ്ങൾ മന്ത്രം 2 to 9. പ്രഥമ മന്ത്രം ക്വസ്റ്റ്യൻ, ദ്വിതീയ ടു നവമ മന്ത്ര 2 മുതൽ 9 വരെ 2 to 9 ഇട്ടിട്ട് എഴുതുക. ഗ്രഹ അധിഗ്രഹ കിം. ഗ്രഹ അധിഗ്രഹ കിം. വാട്ട് ഈസ് ഗ്രഹ ആൻഡ് അധിഗ്രഹ? എന്താണ് ഗ്രഹ അധിഗ്രഹങ്ങൾ? എളുപ്പമാണ്, നമ്മൾ ഈ വാക്ക് പുതിയതാണെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഗ്രഹ അധിഗ്രഹങ്ങൾ? കിം, കിം എന്ന് വെച്ചാൽ എന്ത്? ഗ്രഹ അധിഗ്രഹ കിം. 2 മുതൽ 9 വരെയുള്ള മന്ത്രങ്ങൾ. അടുത്ത ചോദ്യമാണ്, എഴുതിക്കോളൂ. അടുത്ത ടോപ്പിക്ക് സർവം മൃത്യോഹോ ആഹരം. സർവം മൃത്യോഹോ ആഹരം. മൃത്യോഹോ മൃത്യുഃ കഹ. മൃത്യുഃ കഹ. സർവം മൃത്യോഹോ ആഹരം. മൃത്യോഹോ മൃത്യുഃ കഹ. എൻ്റെ വ്യാഖ്യാനം എഴുതിക്കോളൂ. എല്ലാറ്റിനെയും ആഹരിക്കുന്നത് മൃത്യുവാണെങ്കിൽ, മൃത്യു എന്ന് വെച്ചാൽ എന്താ? മരണം അല്ലേ? എല്ലാറ്റിനെയും ആഹരിക്കുന്നത് മൃത്യുവാണെങ്കിൽ മൃത്യുവിന് അന്നം എന്ത്? മൃത്യുവിന് അന്നം എന്ത്? അല്ലെങ്കിൽ ആഹാരം എന്ത്? അന്നം അവിടെ ആഹാരം, മൃത്യുവിന് ആഹാരം എന്ത്? നമ്മൾ അവിടെ എത്തുമ്പം പഠിക്കാം. ജസ്റ്റ് ഇത് ഇൻഡെക്സ് മാത്രമാണ് നമ്മൾ എഴുതുന്നത്. ഇന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ? എല്ലാറ്റിനെയും നമ്മളെയൊക്കെ ആഹരിക്കുന്ന, നമ്മളെയൊക്കെ വിഴുങ്ങുന്നത് ആരാണ്? യമധർമ്മരാജാവാണ് അല്ലേ? അതിലൊരു സംശയമില്ല നമുക്ക് ആർക്കും. അപ്പോൾ ഈ യമധർമ്മരാജാവിനെ ആഹരിക്കുന്നതാര് അല്ലേ? കൺട്രോളർ, അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊക്കെ ഉത്തരം ഇപ്പം അറിയാം അല്ലേ? ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉത്തരവേ ഉള്ളൂ. ആരാണ് ഇതിനെയൊക്കെ? എല്ലാ ദേവതകളെ, യമധർമ്മരാജാവും ദേവതയാണല്ലോ അല്ലേ? ഇന്ദ്രനും വരുണനും ഒക്കെ ജോലി ചെയ്യുന്ന പോലെ തന്നെ യമധർമ്മരാജാവും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ നിയന്ത്രിക്കുന്നത് ആരാ? പരമാത്മാവ്. നമുക്ക് ഉത്തരം അറിയാം, പക്ഷേ ആർത്തഭാഗൻ വിചാരിച്ച് യാജ്ഞവൽക്യ മഹർഷിക്ക് അറിയില്ലെന്ന്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ചോദ്യം. എല്ലാറ്റിനെയും ആഹരിക്കുന്നത്, വിഴുങ്ങുന്നത് അല്ലേ മൃത്യുവാണെങ്കിൽ അല്ലേ? ആ മൃത്യുവിൻ്റെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാവില്ലല്ലോ. അപ്പോൾ അതാണ് ആഹരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ള അർത്ഥമല്ല ഇവിടെ. എല്ലാറ്റിനെയും ആഹരിക്കുന്നത് മൃത്യു ആണെങ്കിൽ മൃത്യുവിനെ ആഹരിക്കുന്നത് ആര്?
അല്ലെങ്കിൽ മൃത്യുവിൻ്റെ അന്നം എന്ത്? അതാണ് അടുത്ത ചോദ്യം. പിന്നെ അടുത്ത ചോദ്യം, അടുത്ത ഭാഗം, അജ്ഞാനിയുടെ മരണശേഷം എന്താണ്? അജ്ഞാനി മരിച്ചാൽ എന്താണ് ആഫ്റ്റർ ഡെത്ത്? അതാണ് അടുത്ത ചോദ്യം. അജ്ഞാനിയുടെ മരണശേഷം എന്ത്? അതാണ് 10 മുതൽ 13 വരെയുള്ള മന്ത്രങ്ങളിൽ ഈ 2 കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. എന്ത്? ഒന്ന്, സർവം മൃത്യോഹോ ആഹരം മൃത്യോഹോ മൃത്യുഹു കഹ. പിന്നെ അജ്ഞാനിയുടെ മരണശേഷം എന്ത്? അത് 10 മുതൽ 13 വരെയുള്ള മന്ത്രങ്ങൾ. അങ്ങനെ 13 മന്ത്രങ്ങൾ, 13 മന്ത്രാസാണ് ആർത്തഭാഗ ബ്രാഹ്മണത്തിലുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തത് ആഖ്യായിക, 2 മുതൽ 9 വരെ ഗ്രഹ അതിഗ്രഹ കഹ. പിന്നെ 10 മുതൽ 13 വരെ ഉള്ളത് മൃത്യുവും അജ്ഞാനിയുടെ മരണവും. നമുക്ക് പ്രഥമ മന്ത്രം ഒന്ന് നോക്കാം. അധ ശുക്ലയജുർവേദീയ കാൺവശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയ കാണ്ഡം. എല്ലാവരും എന്നോടൊപ്പം പറയണേ, കാരണം നമുക്കത് ബൈഹാർട്ടാകാൻ വേണ്ടിയാണ് ഈ റിപ്പിറ്റേഷൻ. ദ്വിതീയ കാണ്ഡം മുനികാണ്ഡം, തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം, ദ്വിതീയ ബ്രാഹ്മണം ആർത്തഭാഗ ബ്രാഹ്മണം, പ്രഥമ മന്ത്രം. അധഃ ഏനം, അധഃ ഏനം. ഒരുമിച്ച് പറയുമ്പോൾ അധഹൈനം. ഹൈനം എന്നൊരു വാക്കില്ല, ഹ ഏനം. അധഃ ഏനം ജാരത്കാരവ, ജാരത്കാരവ ആർത്തഭാഗഃ പപ്രച്ഛ, ആർത്തഭാഗഃ പപ്രച്ഛ, കോമ യാജ്ഞവൽക്യ ഇതി ഹോവാച, യാജ്ഞവൽക്യ ഇതി ഹോവാച. കദിഗ്രഹാഃ, കദിഗ്രഹാഃ കദി അതിഗ്രഹാഃ, കദി അതിഗ്രഹാഃ ഇതി. കദിഗ്രഹാഃ, കദി അതിഗ്രഹാഃ. ആയുണ്ട് അവിടെ, ആ സൈലൻ്റ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. നമ്മളത് വായിക്കുമ്പോൾ കദി അതിഗ്രഹാഃ ഇതി, ഇതി ഫുൾ സ്റ്റോപ്പ് അവിടെ, ഇതി. അടുത്തത് അഷ്ടൗ ഗ്രഹാഃ, അഷ്ടാവതിഗ്രഹ ഇതി, അഷ്ടാവതിഗ്രഹ ഇതി എന്ന് വെച്ചാൽ അഷ്ടൗ അതിഗ്രഹ ഇതി, അഷ്ടൗ അതിഗ്രഹ ഇതി. വേർഡ് ബൈ വേർഡ് മീനിങ് നോക്കിയാൽ മതി, അവിടെ പിരിച്ചെഴുതിയിട്ടുണ്ട്. അഷ്ടൗ അതിഗ്രഹ ഇതി, അഷ്ടൗ അതിഗ്രഹ ഇതി. യേ തേ അഷ്ടൗ ഗ്രഹാഃ, യേ തേ അഷ്ടൗ ഗ്രഹാഃ അഷ്ടൗ അതിഗ്രഹാഃ കഥമേ ത ഇതി, കഥമേ ത ഇതി. ഞങ്ങളുടെ പുസ്തകത്തിൽ പേജ് 216 പുതിയ പുസ്തകം വേർഡ് ബൈ വേർഡ് മീനിങ് അവസാനം പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ട്, അത് തിരുത്തുക. അവസാനം കണ്ടോ, തേ തകമേന്നാണ്, അത് മാറ്റി കഥമേന്നാക്കുക. മൂലമന്ത്രം ശരിയാണ്, വേർഡ് ബൈ വേർഡ് മീനിങ്ങിൽ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആകാനേ വഴിയുള്ളൂ. തകമേ എന്നുള്ളത് മാറ്റി കഥമേന്നാക്കുക. കഥമേ, കഥമേ.
അഷ്ടാവധിഗ്രഹः ഇതി കഥമേത ഇതി എന്നല്ലേ ലാസ്റ്റ് വരുന്നത്? അഷ്ടൗ എന്നാണോ വരുന്നത്? ആ അഷ്ടൗ അതിഗ്രഹ. ഒരുമിച്ച് പറയുമ്പോൾ അഷ്ടാവധി എന്ന് പറയും, പിരിച്ചു പറയുമ്പം അഷ്ടൗ അഷ്ടൗ അതിഗ്രഹാः കഥമേത ഇതി. കഥമേത ഇതി. ഒന്നുകൂടെ പറയാവേ. അധഃ ഏനം ജാരത്കാരവ ആർത്തഭാഗാः പപ്രച്ഛ യാജ്ഞവൽക്യ ഇതി ഹോവാച കഥി ഗ്രഹാः കഥി അതിഗ്രഹാः ഇതി. അഷ്ടൗ ഗ്രഹാः അഷ്ടൗ അതിഗ്രഹാः ഇതി. ഏതേ അഷ്ടൗ ഗ്രഹാः അഷ്ടൗ അതിഗ്രഹാः കഥമേത ഇതി. നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. അധഃ ഏനം ജാരത്കാരവ ആർത്തഭാഗഃ പപ്രച്ഛ യാജ്ഞവൽക്യ ഇതി ഹോവാച കഥിഗ്രഹാः കഥി അതിഗ്രഹാ ഇതി. അഷ്ടൗ ഗ്രഹാः അഷ്ടൗ അതിഗ്രഹാः ഇതി. ഏതേ അഷ്ടൗ ഗ്രഹാः അഷ്ടൗ അതിഗ്രഹാः കഥമേത ഇതി. അധഃ ഏനം ജാരത്കാരവ ആർത്തഭാഗഃ പപ്രച്ഛ യാജ്ഞവൽക്യ ഇതി ഹോവാച കഥിഗ്രഹാः കഥി അതിഗ്രഹാः ഇതി. അഷ്ടൗ ഗ്രഹാः അഷ്ടൗ അതിഗ്രഹാः ഇതി. ഏതേ അഷ്ടൗ ഗ്രഹാः അഷ്ടൗ അതിഗ്രഹാः കഥമേത ഇതി. നമ്മളിനി നാളെയൊക്കെ ചൊല്ലാം, അപ്പം ഇത് നമുക്ക് എളുപ്പമായിട്ട് വന്നോളും. അശ്വലൻ ഉപരമിച്ചു. അപ്പം നമ്മുടെ മനസ്സിൽ ആ ജനക മഹാരാജാവിൻ്റെ വിദ്വത്സഭ ഉണ്ടായിരിക്കണം. ആ അശ്വലൻ്റെ ചോദ്യമെല്ലാം കഴിഞ്ഞ് അശ്വലൻ തൻ്റെ സ്ഥാനത്ത് പോയി ഉപരമിച്ചു, അവിടെ ഇരുന്നു. അപ്പോൾ എന്താണ്, അടുത്തതായിട്ട് ആരും മുന്നോട്ട് വരുന്നില്ല. ജനക മഹാരാജാവ് ഒന്നും മിണ്ടുന്നില്ല. ജനക മഹാരാജാവിന് യാജ്ഞവൽക്യ മഹർഷിയെ നല്ല വ്യക്തമായി അറിയാം. അതുകൊണ്ട് എന്താണ്, അടുത്തതായിട്ട് ആര് ചോദിക്കൂ, അല്ലെങ്കിൽ ഇന്നയാൾ വരൂ, ഇന്നയാൾ ചോദിക്കണ്ട, ഇന്നയാൾ ചോദിക്കണം എന്നൊന്നും ഒരു അഭിപ്രായവും ജനക മഹാരാജാവ് പറയുന്നില്ല. പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഡയലോഗ് വന്നേനെ. ഒന്നും വരുന്നില്ല. അപ്പോൾ ജനക മഹാരാജാവ് മൗനമായിരിക്കുന്നു. അപ്പോൾ എന്താണ്, അടുത്തതായി അശ്വലൻ ഉപരമിച്ചത് കണ്ടിട്ട് അടുത്ത ഒരു ആൾ വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ ഉണ്ടായിരിക്കും? ഈ പശുക്കളെയെല്ലാം കൊണ്ടുപോയതിൻ്റെ ഗർവം അല്ലേ, എങ്ങനെയാണോ അശ്വലൻ്റെ ഭാവങ്ങൾ, അതൊക്കെ അടുത്ത ആളിൽ നമ്മൾ കണ്ടോണം. അതൊന്നും ഇവിടെ യാജ്ഞവൽക്യ മഹർഷി പറയുന്നില്ല, പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാകണം. കാരണം എന്താ, സ്വയമേവ വന്നിരിക്കുകയാണ് ആർത്തഭാഗൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് യാജ്ഞവൽക്യ മഹർഷിയോടുള്ള വിരോധം. പിന്നെ എനിക്ക് ചാൻസ് കിട്ടി, ഞാൻ എൻ്റെ പാണ്ഡിത്യം വിദ്വത്സഭയിൽ അറിയിക്കണം, യാജ്ഞവൽക്യ മഹർഷിയെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം ഇത്യാദി ഭാവങ്ങളോടുകൂടി അടുത്ത ആൾ വരികയാണ്. അപ്പം നമ്മുടെ മനസ്സിൽ ആ ആളുടെ ചിത്രം ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിൻ്റെ പേരാണ് എന്താണ്, ജാരത്കാരൻ. നമുക്ക് അതിലേക്ക് പോകാം. അതാന്ന് വെച്ചാൽ ദെയർ ആഫ്റ്റർ, അതിനുശേഷം എന്ന് വെച്ചാൽ എന്താണ്, അശ്വലൻ ഉപരമിച്ചതിനു ശേഷം. അതാ എന്ന വാക്കിന് അശ്വലൻ ഉപരമിച്ചതിനു ശേഷം. അപ്പം അതാണ് ആ മര്യാദ. കണ്ടോ, ആ വിദ്വസഭയുടെ മര്യാദ നമ്മൾ പാലിക്കുന്നതാണ്. വിദ്വസഭയെന്നുമല്ല, ഏത് സഭയിലും ഒരു മര്യാദയുണ്ടല്ലോ അല്ലേ, നമ്മൾ പാലിക്കേണ്ട കുറച്ച് രീതികളുണ്ടല്ലോ. അപ്പം അശ്വലൻ തൻ്റെ ചോദ്യങ്ങളെല്ലാം ചോദിച്ച് തൻ്റെ സ്ഥാനത്ത്, തൻ്റെ സീറ്റിൽ പോയി ഇരുന്നതിന് ശേഷം ആരും മുന്നോട്ട് വരുന്നില്ല അല്ലേ. കാരണം അശ്വലൻ എന്ന് പറയുന്നത് നിസാരക്കാരനല്ല, ഹോതാവായിരുന്നു ജനകരാജാവിൻ്റെ. അപ്പം വിദ്വാനാണ്, പണ്ഡിതനാണ്, അദ്ദേഹം പോലും പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ചാടിത്തുള്ളി വരാനൊന്നും പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് പുറകോട്ട് വലിയാണ്. അല്ലേ, പോണോ വേണ്ടയോ. അപ്പോൾ ധൈര്യത്തോടു കൂടി അടുത്തയാൾ അശ്വലൻ ഇരുന്നതിന് ശേഷം അടുത്തയാൾ, അതാണ് അല്ലേ. അശ്വല ഉപരമ അനന്തരം.
അനന്തരം എന്ന് വെച്ചാൽ ദെയർ ആഫ്റ്റർ, അതിനുശേഷം. അശ്വല ഉപരമ അനന്തരം, അശ്വലൻ ഉപരമിച്ചതിനു ശേഷം. അടുത്ത ആരാണ് വരുന്നത്? ജാരത്കാരവ അല്ലേ, ജാരത്കാരൻ എന്ന ആള്, അദ്ദേഹത്തിൻ്റെ പേരാണ് ജാരത്കാരൻ. മറ്റൊരു പേരുണ്ട് ആർത്തഭാഗൻ, 2 പേര് അല്ലേ. പണ്ടെല്ലാം അങ്ങനെയായിരുന്നു. ഒരാൾക്ക് നമ്മൾ പല ഭാഗങ്ങളിലും കണ്ടിട്ടുണ്ട്, ഉപനിഷത്തുക്കളായിക്കോട്ടെ അല്ലെ ഇതിഹാസ പുരാണങ്ങളൊക്കെ എടുത്താലും കൂടുതലും ആളുകൾക്ക് ഈ 2 പേരുകൾ, ഒന്ന് ഗോത്രനാമം അല്ലെങ്കിൽ കുലനാമം, പിന്നെ പൊതുവെ വിളിക്കുന്ന സംസാരനാമം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത് ജാരത്കാരൻ എന്ന പേര് പറയുകയാണ്. പക്ഷെ തൊട്ടു മുമ്പ് അശ്വലന് 2 പേരൊന്നും പറഞ്ഞില്ല. അപ്പം അങ്ങനെ നിർബന്ധമില്ല, അത് നമ്മളിവിടെ മനസ്സിലാക്കണം. ഒരാൾക്ക് 2 പേര് വേണം എന്നുള്ള നിർബന്ധമില്ല, പക്ഷെ അങ്ങനെയും ആവാം, അത് തെറ്റില്ല. അപ്പം ഇവിടെ ജാരത്കാരൻ പറയുന്നു. ജാരത്കാരൻ എന്ന് വെച്ചാൽ എഴുതിക്കോളൂ. ജരത്കാരു ഗോത്ര ജാനാതി, ജരത്കാരു ഗോത്ര ജാനാതി. ജരത്കാരു, ജരത്കാരുവിൻ്റെ ഇവിടെ മലയാളത്തിലുണ്ട്. ജരത്കാരു ഗോത്ര ജാനാതി ഇതി ജാരത്കാരവ. ജരത്കാരു ഗോത്ര ജാനാതി ഇതി ജാരത്കാരവ. ജരത്കാരു ഗോത്ര ജാനാതി ഇതി ജാരത്കാരവ എന്ന് വെച്ചാൽ എന്താണ്? ജരത്കാരു എന്നൊരു ഗോത്രം, ആ ഗോത്രത്തിൽ ജനിച്ചവരെയൊക്കെ എന്ത് വിളിക്കും? ജാരത്കാരവർ അല്ലേ. ജരത്കാരു എന്ന ഗോത്രത്തിനെ കുറിച്ച് ഇനി നമുക്ക് പഠിക്കാം. കോമ ഇട്ടിട്ട് ജാരത്കാരവ എന്നിട്ടിട്ട് കോമ ഇട്ടിട്ട് എഴുതിക്കോളൂ. ഭരദ്വാജ ഗോത്ര ഉപവിഭാഗ, ഭരദ്വാജ ഗോത്ര ഉപവിഭാഗ. മലയാളം തന്നെയാണ് സംസ്കൃതവും. ഭരദ്വാജ ഗോത്ര ഉപവിഭാഗ. ഉപവിഭാഗം എന്ന് വെച്ചാൽ എന്താണ്? സബ് അല്ലേ. ഭരദ്വാജ ഗോത്രത്തിൻ്റെ മറ്റൊരു ഉപവിഭാഗമാണ് ജാരത്കാരു ഗോത്രം. ഭരദ്വാജ ഗോത്രം നമ്മൾ ഭരദ്വാജ മഹർഷിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും നിങ്ങളൊക്കെ. സപ്തർഷികളിൽ അനേക സപ്തർഷികൾ, ഞാനത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ സമയം പോലെ ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടി മാത്രം ഇട്ടതാ, എഴുതിയൊന്നും എടുക്കണ്ട. അതായത് ഓരോ മന്വന്തരങ്ങളിലും ഋഷികൾ മാറും, സപ്തർഷികൾ മാറും. ഇപ്പം നമ്മൾ ഭാഗവത്തിൽ പറയുന്ന സപ്തർഷികളായിരിക്കില്ല ത്രേതായുഗത്തിൽ, അല്ലെങ്കിൽ വിഷ്ണു പുരാണത്തിൽ പറയുന്ന സപ്തർഷി അല്ല മറ്റു പുരാണങ്ങളിൽ പറയുന്നത്. അതായത് ഓരോ മന്വന്തരവും അനുസരിച്ച് സപ്തർഷികൾ മാറുമെന്നാണ് ഐതിഹ്യം. പക്ഷേ ഈ ഭാരദ്വാജൻ എന്ന ആളെക്കുറിച്ച് നമ്മൾ പല സന്ദർഭങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചത് പെട്ടെന്ന് ഓർമ്മ വരുവാണെങ്കിൽ അഥർവണവേദം മുണ്ടകോപനിഷത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മാദേവാന പ്രഥമ സംഭൂവ വിശ്വസ്യ കർത്ത ഭുവനസ്യ ഗോപ്ത സ ബ്രഹ്മവിദ്യ സർവവിദ്യാ പ്രതിഷ്ഠാം അഥർവായ ജ്യേഷ്ഠപുത്രായ പ്രാഹ. അടുത്തതാണ് ഇമ്പോർട്ടൻ്റ്, വെറുതെ കേട്ടാൽ മതിയേ, ഒരു റിവിഷനായിട്ട് മനനായിട്ട് ഓർത്താൽ മതി. അഥർവണേയ പ്രവദേദ ബ്രഹ്മ അഥർവായാം ദ പുരോവാച അംഗിരസേ പരാവര സഭാരദ്വാജായ. അവിടെയാണ് നമുക്ക് വേണ്ടത്. സഭാരദ്വാജായ സത്യവഹായ പ്രാഹ ഭാരദ്വാജോ അംഗിരസേ പരാവര. നമ്മൾ പഠിച്ച ഉപനിഷത്തുക്കളിൽ അഥർവണവേദമായ അഥർവണവേദത്തിലെ മുണ്ടകോപനിഷത്തിൽ 1.2 1.1.2 അവിടെ നമ്മൾ ഭരദ്വാജൻ പഠിച്ചിട്ടുണ്ട്, ഭരദ്വാജനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്.
ആ ഭരദ്വാജൻ തന്നെയാണ് ഇതെന്ന് എവിടെയും എവിഡൻസ് ഇല്ല. വേദത്തിൽ പരാമർശിക്കുന്ന അതേ ആളാകാമെന്ന് ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറയുന്നുണ്ട്. അത് തന്നെ ആവാം. പിന്നെ വേറെ അനേകം ഭരദ്വാജന്മാരുണ്ട്. അതായത് ത്രേതായുഗത്തിലെ ഭരദ്വാജനല്ല ദ്വാപരയുഗത്തിലെത്തുമ്പോഴും, അല്ലെങ്കിൽ ഇന്ന പുരാണത്തിലെ ആളല്ല. ദ്വാപരയുഗത്തിലെത്തുമ്പോൾ ബൃഹസ്പതിയുടെ മകനാണ് ഭരദ്വാജൻ. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ദ്രോണാചാര്യരൊക്കെ വരുന്നത്. മഹാഭാരതത്തിൽ വരുന്ന ഭരദ്വാജൻ്റെ കഥ അങ്ങനെയാണ് പോകുന്നത്. രാമായണത്തിൽ ഭരദ്വാജനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവിടെ മറ്റു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിനെ അവിടെ ചിത്രീകരിച്ചിരുന്നത്. അതുകൊണ്ട് ഭരദ്വാജൻ എന്ന കുലനാമമായിട്ട് അതിനെ എടുക്കണം. ഒരു വ്യക്തിയല്ല, കുലനാമമായിട്ട് അതിനെ എടുക്കണം. അപ്പോൾ ആ കുലത്തിൻ്റെ ഉപവിഭാഗമാണ്. ഉപവിഭാഗത്തിന് മറ്റൊരു പേര് പറയും, പ്രവരമെന്നും പറയാറുണ്ട്. പ്രവരം എന്ന് വെച്ചാൽ ഉപവിഭാഗം. നമ്മൾ കോണ്ടിനെൻ്റ്, സബ് കോണ്ടിനെൻ്റ് എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല, അതുപോലെ വംശം. അതായത് ആ കുലത്തിൻ്റെ മറ്റൊരു വംശം. അങ്ങനെ നമുക്കൊക്കെ അങ്ങനെ ആയിരിക്കും. ചില സമ്പ്രദായങ്ങളിൽ നമ്മൾ പിതൃവംശമായിരിക്കും എടുക്കുക. ചില സമ്പ്രദായങ്ങൾ മരുമക്കത്തായൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് മാതൃവംശമാണ് എടുക്കുക, അല്ലേ? അപ്പം നമുക്ക് രണ്ടിലും ഭാഗമുണ്ട്, അല്ലേ? നമ്മളുടെ ജീന് പിതാവിൻ്റെ വംശത്തിൽ നിന്നും മാതാവിൻ്റെ വംശത്തിലും കൂടെ രണ്ടും കൂടെ ചേർന്നാണ്, അല്ലേ? അപ്പോൾ ചിലവരെന്ത് ചെയ്യും, മാതാവിൻ്റെ വംശം മെയിനായിട്ട് എടുക്കും, പിന്നെ പിതാവിൻ്റെത് ഉപവംശമായിട്ട് എടുക്കും. ഇപ്പം അതൊന്നും ഇല്ല. നമുക്ക് വംശവും ഗോത്രവും ഒന്നും അറിയില്ല, പണ്ടത്തെ കാലത്തെ പറയുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഉപവിഭാഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഇത്രയേ ഉള്ളൂ. ഭരദ്വാജം എന്ന ഗോത്രത്തിൻ്റെ ഉപഗോത്രമാണ്, അല്ലെ ഉപവിഭാഗമാണ് ജാരത്കാര ഗോത്രം. ആ ജാരത്കാര ഗോത്രത്തിൽ ജനിച്ച ആളാണ് നമ്മുടെ കഥാനായകൻ ജാരത്കാരൻ എന്നുള്ളത്. അപ്പം ഈ ഭരദ്വാജ മഹർഷി, അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ വേദത്തെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ, അദ്ദേഹം ഋഗ്വേദത്തിൻ്റെ 6ാമത്തെ മന്ത്രം മുഴുവൻ ദർശിച്ച ആളാണ്. വേദത്തിൽ പറയുന്ന, അതായത് ബൃഹദാരണ്യ ഉപനിഷത്ത്, മുണ്ടകോപനിഷത്തിലൊക്കെ പറയുന്ന ഭരദ്വാജ മഹർഷി എന്ന് പറയുന്നത് നിസാരക്കാരനല്ല. അദ്ദേഹം ഋഗ്വേദത്തിൻ്റെ 8 മണ്ഡലമുണ്ട്. ഋഗ്വേദത്തിന് മണ്ഡലം എന്ന് വെച്ചാൽ ഒരുപാട് അധ്യായങ്ങൾ ചേരുന്നതിനെ മണ്ഡലം എന്ന് പറയുന്നു. അതിലെ 6ാമത്തെ മണ്ഡലം 100 ചില്ലുവാനം അധ്യായമുണ്ട്. അതിൽ ഇന്ന നമ്പർ ആർക്കും അറിയില്ല. അതുകൊണ്ട് 100 കണക്കിനെന്ന് മാത്രമേ പറയുന്നു. കാരണം പലതും നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് എക്സാക്റ്റ് നമ്പർ ആർക്കും അറിയില്ല. അപ്പോൾ അനേക അധ്യായങ്ങൾ ചേരുന്നതാണ് ഒരു മണ്ഡലം. അങ്ങനെ 8 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിനുള്ളത്. അതിൽ 6ാമത്തെ മണ്ഡലം മുഴുവൻ ദർശിച്ച ആൾ, മന്ത്രദ്രഷ്ട, ഷഷ്ടമണ്ഡല, ഋഗ്വേദ ഷഷ്ടമണ്ഡല ദ്രഷ്ട ഭരദ്വാജ. ഇതൊക്കെ വെറുതെ ഒരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ അറിവിന് വേണ്ടി, അല്ലേ? അതായത് ഇത്രയും മഹാത്മാക്കളാണ് നമ്മുടെ പൂർവികരായ മഹർഷിമാർ. അവരുടെ പ്രശിഷ്യന്മാരാണ് നമ്മൾ. ആ ഒരു മഹത്വബുദ്ധി നമുക്കുണ്ടാകണം. അതിനുവേണ്ടി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഋഗ്വേദ ഷഷ്ടമണ്ഡല ദ്രഷ്ടാവാണ് ഭരദ്വാജ മഹർഷി. അദ്ദേഹത്തിന് അനേകം ശിഷ്യ പരമ്പരകളുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ശിഷ്യന്മാരും വന്ന് അവർക്കൊക്കെ ഭരദ്വാജ മഹർഷി ഈ അറിവിനെ പകർന്നു നൽകി. അവരൊക്കെ എന്ത് ചെയ്തു, ഓരോ ഗോത്രമായി, ഓരോ വംശമായി മാറി, ഉപവിഭാഗങ്ങളായി മാറി അന്ന് ചെയ്ത് ഭരദ്വാജ മഹർഷിയിൽ നിന്നും കിട്ടിയ അറിവിനെ അവരെന്ത് ചെയ്തു, അവരുടെ ശിഷ്യ പരമ്പരയിലൂടെ അതിനെ സംരക്ഷിച്ചു വന്നു. അങ്ങനെയാണ് ഈ അനേകം ഉപവിഭാഗങ്ങളുണ്ടായത്. അങ്ങനെ ഭരദ്വാജ മഹർഷിയുടെ ശിഷ്യനാണ് ജരത്കാരൻ. ആ ജരത്കാരനിൽ നിന്നും ഉണ്ടായ ഉപവിഭാഗങ്ങളെ പെടുന്നവരെല്ലാം ജാരത്കാരന്മാർ. അങ്ങനെയാണ് ഇദ്ദേഹത്തിനും ജാരത്കാരൻ എന്നുള്ള പേര് വന്നത്. ഇദ്ദേഹത്തിന് മറ്റൊരു പേരാണ് ജാരത്കാരൻ എന്നത്
ഗോത്രനാമം. ഇനി അടുത്ത നാമം പറയുകയാണ് ആർത്തഭാഗൻ. നമുക്ക് ഇതൂടെ എഴുതിയിട്ട് ഇന്നത്തേന് പിരിയാം, ബാക്കി നാളെ കാണാം. ആർത്തഭാഗൻ എന്ന് വെച്ച് എഴുതിക്കോളൂ. ഹൃദഭാഗഃ, ഇവിടെ പുസ്തകത്തിലുണ്ട്. ഹൃദഭാഗഃ പുത്രഃ, ഹൃദഭാഗഃ പുത്രഃ യസ്യ സഹ ആർത്തഭാഗഃ. ഹൃദഭാഗഃ പുത്രഃ, ഹൃദഭാഗഃ പുത്രഃ യസ്യ സഹ ആർത്തഭാഗഃ. ഹൃദഭാഗഃ പുത്രഃ യസ്യ സഹ ആർത്തഭാഗഃ. അതായത് ഹൃദഭാഗൻ്റെ പുത്രൻ, ഹൃദഭാഗൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. അപ്പോൾ ആ പിതാവിൽ ജനിച്ച പുത്രനായതുകൊണ്ട് ഇദ്ദേഹത്തിന് ആർത്തഭാഗൻ എന്ന മറ്റൊരു നാമവും. പിതൃനാമം പിന്നെ ഗോത്രനാമം, അങ്ങനെ 2 പേര്. ഒന്ന് ജാരത്കാരൻ എന്ന പേരും മറ്റൊന്ന് ആർത്തഭാഗൻ എന്നുള്ള പേരും. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.